നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ലക്കങ്ങളായിട്ട് നമ്മൾ കാസർഗോഡ് ചൂരിപ്പള്ളിയിലെ മദ്രസ അധ്യാപകനായിരുന്ന മുഹമ്മദ് റിയാസ് എന്ന ആൾ കുത്തുകൊണ്ട് മരിച്ച കേസാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ പോലെ ആകാശത്തിലല്ല, 170 പേജുള്ള ജഡ്ജിമെൻറ്റ് കയ്യിൽ വെച്ച് അത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഞാൻ. ആകാശത്തിൽ ക്രിമിനൽ കേസുകൾ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. കയ്യിൽ ഡോക്യുമെൻ്റ് വേണം, അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം, ജനങ്ങളെ മനസ്സിലാക്കിക്കണം എന്നൊരു വാശി എനിക്കുണ്ട്. കാരണം ക്രിമിനൽ കേസുകളിൽ ഓരോ പേജും, ജഡ്ജ്മെൻറ്റിൻ്റെ ഓരോ പേജും പ്രധാനമാണ്. ഒരുപക്ഷെ ആരെങ്കിലും നേരത്തെയുള്ള ലക്കങ്ങൾ കാണാൻ വിട്ടുപോയെങ്കിൽ ഞാൻ കേസ് ചുരുക്കി പറയാം. അജേഷ്, നിധിൻ, അഖിലേഷ്, ഈ 3 ചെറുപ്പക്കാർ 2017 മാർച്ച് 20 രാത്രി ഒരു മുസ്ലിം പള്ളിയിൽ അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടന്നിരുന്ന മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകനെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് ഈ കേസ്. അതിൽ അജേഷ് കുത്തിക്കൊന്നു, അഖിൽ പള്ളിയുടെ മുറ്റത്ത് കാവലായിട്ട് നിന്നു, അഖിലേഷ് ബൈക്കുമായിട്ട് പുറത്ത് റോഡിൽ ഇത് കഴിഞ്ഞാൽ, സംഭവം കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ തയ്യാറായിട്ട് ബൈക്കുമായിട്ട് നിന്നു. ഇതാണ് ഇവരുടെ കേസ്. ഇതിനിടയ്ക്ക് എന്തോ ശബ്ദം ബഹളം കേട്ടിട്ട് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ആ മുറി തുറന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കലും ആരുടാന്ന് ചോദിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ഈ അഖിലേഷ്, നിധിൻ എന്നയാൾ അയാളുടെ നേർക്ക് ഒരു കോൺക്രീറ്റ് കട്ട എറിഞ്ഞു എന്നും അയാൾ പെട്ടെന്ന് അവിടുന്ന് മാറി ഈ മദ്രസ ഇതിൻ്റെ പള്ളിയുടെ ഹോളിലേക്ക് പോയിട്ട് അവിടുന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒച്ച കൂട്ടി ആൾക്കാരെയെല്ലാം വിളിച്ചു വരുത്തി ബഹളം തുടങ്ങി. അപ്പോഴൊന്നും ഈ മദ്രസ അധ്യാപകനായ മുഹമ്മദ് റിയാസിന് എന്ത് സംഭവിച്ചു എന്നാരും നോക്കുന്നില്ല. നോക്കി വന്നപ്പോഴത്തേക്ക് ചോര വാർന്ന് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിരുന്നു. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന ഒരു മരണമായിരുന്നു അത്. പക്ഷേ ആരും മുഹമ്മദ് റിയാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ധൈര്യപ്പെട്ടില്ല. അവരെല്ലാം ബഹളം വെച്ചുകൊണ്ടിരുന്നു. പോലീസ്, ആംബുലൻസ് ഒക്കെ വന്ന് എടുത്ത് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു കഴിഞ്ഞു. ഇതാണ് സംഭവം. ഇതിൽ ഈ കേസ് ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ഫ്രെയിം ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രോസിക്യൂഷൻ ചാർജ് അമെൻഡ് ചെയ്തിട്ട് RSSനെ ഇതിനകത്ത് കൊണ്ടുവരുന്നു. കാരണം ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ നിങ്ങൾക്കൊരു മോട്ടീവ് വേണം, ഒരു പർപ്പസ് വേണം. ഈ കൊലക്കേസിൽ ഒരു പർപ്പസും കാണുന്നില്ല. അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്തു? ഇവർ RSSകാരാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധികളാണ്, ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിം വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജ് അമെൻഡ് ചെയ്തു, ഭേദഗതി വരുത്തി. ഭേദഗതി വരുത്തിയ ചാർജ് കോടതി അംഗീകരിച്ചിട്ട് ശരി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ജഡ്ജി മാറിയിട്ട് അടുത്ത ജഡ്ജി വന്നിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് ഇവർ RSSകാരാണോ എന്ന് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഇവർ RSSകാരാണെന്ന് പറയുന്നില്ല. ഒരു മുസ്ലിം സാക്ഷി വെച്ചിരുന്നു പോലീസ്. ആ സാക്ഷി പോലും പറഞ്ഞു, എനിക്ക് പിള്ളേരെ അറിയാം, ഞാനിവരുമായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട്, അവർക്ക് എന്നോട് യാതൊരു ശത്രുതയില്ല, മുസ്ലിങ്ങളോടൊരു ശത്രുതയുമില്ല. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2016 തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ചില്ലറ കശപിശകൾ, കല്ലേറ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ശത്രുതയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചു നോക്കി. പക്ഷേ അതിനൊന്നും ഒരു വർഗീയ ചുവയുള്ളതായിട്ടോ വർഗീയ കേസുകൾ ചുമത്തിയതായിട്ടോ കോടതിക്ക് കാണാൻ കഴിഞ്ഞില്ല. പോലീസ് ഒരു കേസും എടുത്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്, ഏതോ ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് വർഗീയ പ്രശ്നമാണെങ്കിൽ കുറഞ്ഞത് 153A വെച്ച്, പിണറായി വിജയന് പ്രിയപ്പെട്ടൊരു വകുപ്പാണ് 153A, നാട്ടുകാരുടെ എല്ലാം പേരിൽ 153A ഉണ്ട്. അപ്പോഴും ഇവർ 153A കേസ് എടുക്കണ്ടേ? ഒരു കേസും എടുത്തില്ല. AR ക്യാമ്പിൽ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അതിൽ പോലും ഒരു കേസ് എടുത്തിട്ടില്ല. അതിൽ കുപ്പി എറിഞ്ഞു, തൊപ്പി എറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനൊന്നും ഒരു ആധാരമില്ല, രേഖയില്ല, കേസും ചുമത്തിയിട്ടില്ല. അപ്പോൾ ആർക്കാ എന്താ പറയാത്തെ? അവൻ എന്നെ അടിച്ചു, ഇവൻ എന്നെ അടിച്ചു, ഇവൻ തോണ്ടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെയുള്ള ഒരു പ്രധാന സാക്ഷി ഇവർ ബൈക്കുമായിട്ട് പോകുന്നത് കണ്ടു. ഈ ചൂരിപ്പള്ളിയിൽ നിന്ന് ബൈക്കുമായിട്ട് രാത്രി ഇവർ പോകുന്നത് കണ്ടു. ഞാൻ ഈ മൈക്കിലൂടെയുള്ള അലറി വിളി കേട്ടിട്ട് പള്ളിയുടെ നേർക്ക് വരികയായിരുന്നു.
ഈ വേഗത്തിൽ പോകുന്ന ബൈക്കിൻ്റെ നമ്പറും അത് പൾസർ ബൈക്കാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് വലിയ അത്ഭുതമായിട്ട് തോന്നി. മാത്രമല്ല ഈ സൈറ്റ് പ്ലാനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ റോഡ് പള്ളിയിലേക്ക് പോകുന്ന റോഡല്ല, പള്ളിയിലേക്കും കൂടി പോകുന്ന റോഡാണ്. പള്ളി കഴിഞ്ഞിട്ടും പിന്നെയും റോഡ് മുന്നോട്ട് പോകുന്നു, വളയുന്നു, തിരിയുന്നു, അതിന് തോന്നിയ പോലെ അത് പോകുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു ബൈക്ക് കണ്ടു, അത് ഇവർ തന്നെ ആയിരുന്നു എന്നൊക്കെ രാത്രിയിൽ ഇയാൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്, അത് വിശ്വസിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാക്ഷിമൊഴികൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീണു കോടതിയിൽ. പിന്നെ ഇവർ ഒരു കത്തി ഹാജരാക്കി. ഈ കത്തി കൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ കൊന്നത്. അതിൽ ചോരക്കറയുമുണ്ട്, മുഹമ്മദ് റിയാസിൻ്റെ ചോരക്കറയുമുണ്ട്. ഈ കത്തി നമ്മുടെ മടക്ക് കത്തിയാണ്. അതിങ്ങനെ വിടർത്താം, മടക്കാം, ഇങ്ങനെയുള്ള മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതിൽ ചോരയുണ്ട്. ശരി, അതിൽ ചോരയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിനെ കുത്തിയതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആരുടെയെങ്കിലും വിരലടയാളം അതിലുണ്ടോ? ഇല്ല. ഒരു കത്തി നമ്മൾ കയ്യിലെടുത്തിട്ട് കുത്തുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിരലടയാളം വരണമല്ലോ. അതുണ്ടോ? ഇല്ല. നമ്മുടെ തന്നെ ഈ കുത്തിയാളിൻ്റെ ചോര അതിലുണ്ടോ? ഇല്ല. കുത്തിയാളിൻ്റെ മുണ്ട്, ഷർട്ട് ഒക്കെ കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തു. ഇതാണ് അയാൾ ഉടുത്തിരുന്ന മുണ്ട്, ഇതാണ് അയാൾ ഇട്ടിരുന്ന ഷർട്ട്. ശരി, ഇതിലെന്തെങ്കിലും ചോരക്കറയോ സംഗതിയോ ഉണ്ടോ? ഇല്ല. മറ്റെന്തെങ്കിലും സ്രവം തെറിച്ചിട്ടുണ്ടോ എന്നറിയാൻ DNA പരിശോധന നടത്തിയോ? ഇല്ല. എന്താ അത് നടത്താഞ്ഞത്? ഈ മരിച്ചു കിടന്ന മുഹമ്മദ് റിയാസിൻ്റെ ലുങ്കി ഹാജരാക്കി. ലുങ്കിയിൽ അവിടെ കത്തി കയറിയ പാടുകളുണ്ട്. കത്തി കീറി. ശരി, കത്തി കീറി. ഇയാൾ അരയ്ക്ക് താഴെയാണല്ലോ ലുങ്കി കൊടുക്കുന്നത്, നെഞ്ചത്തല്ലല്ലോ. നെഞ്ചത്താണ് കുത്തുകൊണ്ടിരിക്കുന്നത്. മുറിവ് വന്നിരിക്കുന്നത് താഴെ കൊടുത്ത, അരയ്ക്ക് താഴെ കൊടുത്ത കൈലിയിലുമാണ്. ഇങ്ങനെയൊക്കെ ഈ കേസ് ആകെ കൂടെ നാശഭൂഷമായിപ്പോയി. ഇതിനിടയ്ക്ക് ഈ RSS ആണെന്ന് ഉറപ്പിക്കാൻ നടന്ന പോലീസുകാർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്തു. ഈ അജേഷിൻ്റെ അമ്മയെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവരോട് ചോദിക്കുന്നു, ഇന്ന മൊബൈൽ നമ്പറാണോ മകൻ്റെ? അവരാകെ പരിഭ്രമിച്ച്, ഈ 10 ഡിജിറ്റുള്ള മൊബൈൽ നമ്പറാണല്ലോ നമ്മുടെ എല്ലാം. സ്വന്തം മകനൊക്കെ ആണെങ്കിലും അതിൽ മകനെന്നോ അല്ലെങ്കിൽ അജേഷെന്നോ മൊബൈലിൽ എഴുതി വെച്ചിരിക്കും. ആ സ്ത്രീ ഒരു ക്യാൻറ്റീനൊക്കെ നടത്തി, അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ക്യാൻറ്റീൻ നടത്തിയാണ് ജീവിക്കുന്നത്. അവിടെ ചില്ലറ പണി ചെയ്താണ് അജേഷ് ജീവിക്കുന്നത്. കൂലിപ്പണിക്കാരനാണ്. മറ്റേയാൾക്ക് നിതിന് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരൻ. മറ്റേയാൾ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, അഖിൽ എന്ന് പറയുന്ന ആൾ. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു കേസ് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ അമ്മയെ കൊണ്ടുവന്ന് വിസ്തരിച്ച് അവരോട് മകൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 11:30. പിന്നെ എന്ത് ചെയ്തു? ഞാനൊരു 9:30 ആയപ്പോൾ അവനെ ഊണ് കഴിക്കാൻ വിളിച്ചു. 11:30 വന്ന ആളിന് നിങ്ങൾ 9:30 ഊണ് കഴിക്കാൻ വിളിച്ചത് എങ്ങനെയാണ്? അപ്പോൾ അവർ പരിഭ്രമിച്ചു. അവർക്ക് സമയമൊന്നും അറിയില്ല. ഈ കോടതിയിലൊക്കെ വയസ്സായ അമ്മമാരെയൊക്കെ കയറ്റി വിസ്തരിച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാക്ഷി വിശ്വസനീയമല്ല, ആ അമ്മയെ വെറുതെ വിഷമിപ്പിക്കാതെ എന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ജഡ്ജിയും തീരുമാനിച്ചു. ആ പാവത്തെ എന്തിനും വെറുതെ ചോദ്യം. പക്ഷേ ജഡ്ജ്മെൻറ്റിൽ ജഡ്ജി എഴുതി, പ്രോസിക്യൂഷൻ ഈ അമ്മയോട് ചോദിക്കാമായിരുന്നു, മകൻ RSSകാരനാണോ? നിങ്ങൾക്ക് വലിയ വീറാണല്ലോ ഈ RSS ബന്ധം സ്ഥാപിച്ചെടുക്കാൻ. എന്തുകൊണ്ട് ഈ അമ്മയോട് ചോദിച്ചില്ല? ബാക്കി ചോദിച്ചതിന് ചിലപ്പോൾ അവർ 11 മണി 9 മണി എന്നൊക്കെ തെറ്റിക്കാണുമായിരിക്കും. മകൻ RSS ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് തെറ്റില്ല. അമ്മയറിയാതെ RSSൽ പോകാൻ പറ്റില്ല. അമ്മയറിയാതെ കഞ്ചാവ് വലിക്കാം, മയക്കുമരുന്ന് കഴിക്കാം, വേണമെങ്കിൽ കള്ളു കുടിക്കാം, ഇതൊക്കെ ചെയ്യാം ഒരു മകനെ അമ്മയെ പറ്റിക്കാൻ. ഈ RSSൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ പറ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അത് അറിയുമല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നില്ല പ്രോസിക്യൂഷൻ. പിന്നെ RSS ആണോ, RSSൽ പോകാറുണ്ടോ ചോദിക്കുന്നേയില്ല. ഇയാളുടെ അമ്മാവനെ വിളിക്കുന്നു സാക്ഷിയായിട്ട്. ഈ അമ്മാവനോടും ഈ ചോദ്യം ചോദിക്കുന്നില്ല, നിങ്ങളുടെ അനന്തരവൻ RSSകാരനാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. അഖിലേഷ് ഓടിച്ച ബൈക്ക് ഇവർ കണ്ടെത്തി. അഖിലേഷിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ബൈക്ക് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ വിസ്തരിച്ച് കഴിഞ്ഞപ്പോഴാണ് അഖിലേഷിൻ്റെ അനിയൻ്റെയോ അതോ അമ്മാവൻ്റെയോ മറ്റോ വീട്ടിൽ നിന്നാണ് ഈ ബൈക്ക് കിട്ടിയത്. അപ്പോൾ കോടതിക്ക് സംശയം വെച്ച് അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുക. പിന്നെ ചോദിച്ചു കഴിയുമ്പോൾ അല്ല, അയാളുടെ വീടല്ല, അയാളുടെ അമ്മാവൻ്റെ വീടാണെന്ന് പറയുക. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയില്ല, ഈ ബൈക്കിൻ്റെ ഉടമസ്ഥൻ ഗൾഫിലാണ്, അവൻ ഇവൻ്റെ അനിയനാണ്, അനിയൻ്റെ ബൈക്ക് ചേട്ടൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞു ശരി, ചേട്ടൻ ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ ഉടമസ്ഥൻ അനിയനാണ്, അവൻ ഗൾഫിലാണെങ്കിൽ ചേട്ടൻ ഓടിക്കില്ലേ വണ്ടി?
ഇതൊക്കെ കൊണ്ട് ഈ കൊലപാതകം തെളിയുന്നത് എങ്ങനെയാണെന്നേ? കൊലപാതകത്തിന് തെളിവ് വേണ്ടേ? അല്ല ചേട്ടൻ്റെ ബൈക്ക് അനിയൻ ഓടിച്ചു, അല്ലെ അനിയൻ്റെ ബൈക്ക് ചേട്ടൻ്റെ എടുത്തുകൊണ്ട് പോയി, അത് കൊലപാതകത്തിന് തെളിവാകുന്നത് എങ്ങനെയാണ്? ഇതുപോലെ പോയിട്ട് ഈ കേസെല്ലാം കൂടെ പൊളിഞ്ഞ് നാശമായി. ആരോടും ചോദിക്കേണ്ടവർ ആരോടും ഈ ചോദ്യം ചോദിക്കുന്നില്ല. RSSകാരനാണെന്ന് ചോദിച്ചൊരു മുസ്ലിം തന്നെ പറഞ്ഞു അവർക്ക് മുസ്ലിം വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു. വേറൊരു ആൾ പറഞ്ഞു അവർ മാർക്സിസ്റ്റുകാരാണെന്ന്. അങ്ങനെയും ഒരു സാക്ഷി പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കേസ് നശിച്ചു. അതിൻ്റെ ഫൈനലി ഇൻവെസ്റ്റിഗേഷനെ കോടതി കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ടി വിയിൽ കണ്ടു കാണുമല്ലോ. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതി. അന്വേഷണത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കോടതി. ഏത് അന്വേഷണത്തിലാണ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്? ഈ മരിച്ചു കിടന്ന മുഹമ്മദ് റിയാസ് എന്ന ആളിൻ്റെ മുറിയിൽ നിന്ന് 3 മൊബൈൽ ഫോൺ, 5 സിം കാർഡ്, ഒരു മെമ്മറി കാർഡ്, ഇത്രയും പോലീസ് കണ്ടെടുത്തി. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു പരിശോധനയും നടത്തിയില്ല. അതിനെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. കാരണം ഒരു കൊലപാതക കേസിലെ പ്രധാന തെളിവുകൾ അതാണ്. മരിച്ചയാളുടെ കയ്യിലെ മൊബൈലിൽ എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. എന്തുകൊണ്ടത് പരിശോധിച്ചില്ല? അതുപോലെ അജേഷിൻ്റെ വസ്ത്രങ്ങൾ എന്തുകൊണ്ട് DNA ടെസ്റ്റിന് വിട്ടില്ല? മൗലവിയുടെ ചോരയുടെ പാടോ മറ്റെന്തെങ്കിലും സ്രവമോ അതിലുണ്ടോ നോക്കണ്ടേ? അത് വിടാഞ്ഞത് എന്തുകൊണ്ടാണ്? വിട്ടാൽ അതിലൊന്നും ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കൊടുത്താൽ അതോടെ കേസ് പൊളി. അതുകൊണ്ട് അത് DNA ടെസ്റ്റിന് വിട്ടില്ല. എല്ലാവരും TV ചർച്ച ജയിക്കാൻ നോക്കി. RSSകാരാണ് മുഹമ്മദ് റിയാസിനെ കൊന്നു, മദ്രസ അധ്യാപകനെ കൊന്നു, റിയാസ് മൗലവി കൊന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ TV ചർച്ചയിൽ നിങ്ങൾക്ക് ജയിക്കാൻ, കോടതിയിൽ ജയിക്കാൻ പറ്റില്ലെന്നേ. കോടതിയിൽ തെളിവ് കൊടുക്കണ്ടേ? എന്നിട്ട് കോടതി ഇവരെ വെറുതെ വിട്ടു. 7 വർഷം ഇവർ തടവിൽ കടന്നു. 7 വർഷം വെറുതെ ഒരു കാരണവുമില്ലാതെ ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിലെ വിലപ്പെട്ട 7 വർഷം ഇവരടിച്ചു മാറ്റി. മാത്രമല്ല ഒരുത്തൻ്റെ ജോലിയും പോയി. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കൊലക്കേസിൽപ്പെട്ട് തെളിവില്ലാതെ വന്ന് പുറത്തിറങ്ങിയ ഒരു പ്രതിക്ക് ആരെങ്കിലും ജോലി കൊടുക്കുമോ? അതും സംശയമാണ്. കാരണം കോടതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ. പിണറായി വിജയൻ ഈ വിധി അംഗീകരിക്കുന്നില്ല, MV ഗോവിന്ദൻ അംഗീകരിക്കുന്നില്ല, കുഞ്ഞാലിക്കുട്ടി അംഗീകരിക്കുന്നില്ല, VD സതീശൻ അംഗീകരിക്കുന്നില്ല. ഇവരൊക്കെയാണല്ലോ കോടതിക്ക് പുറത്തുള്ള കോടതി. ഇവർ നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. RSSകാരൻ മുസ്ലിങ്ങളെ കൊന്നു, RSSകാരൻ മുസ്ലിങ്ങളെ കൊന്നു. എന്നിട്ട് TV ഡിബേറ്റിലൊക്കെ പറയും നമുക്കറിയാം റിയാസ് മൗലവി വധം, ഇങ്ങനെയൊക്കെ പറയും. RSSകാരുടെ ക്രൂരതകളെപ്പറ്റി പറയുമ്പോൾ ഈ മദ്രസ അധ്യാപകൻ്റെ കൊലപാതകം എടുത്ത് പറയും. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വെറുതെ വിട്ടു എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. ഈ കള്ളത്തരമെല്ലാം കാണിച്ചു എന്നും ഇയാളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തില്ല എന്നുള്ളതും ഒക്കെ വലിയ പ്രശ്നമായിട്ട് വരും. വേറൊന്ന് കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചത് ഈ ലുങ്കി കാര്യത്തിനാണ്. നമുക്ക് 2 മഹസർ എഴുതി ലുങ്കിയെപ്പറ്റി. ഒരു മഹസറിൽ അതിൻ്റെ നീളവും വീതിയും ഒക്കെ ഉണ്ട്, ചോരപ്പാടുണ്ട്, ചോര വീണിട്ടുണ്ട് ഒക്കെ എന്ന് പറഞ്ഞ് എഴുതി. അടുത്ത മഹസറിലാണ് ഈ കത്തി കൊണ്ട് ലുങ്കിയിൽ കുത്തി അതിൽ തുളകൾ വീണു എന്ന് പറഞ്ഞിട്ട് അടുത്ത മഹസറിലാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താ രണ്ടാമത് എഴുതാൻ കാര്യം? ആദ്യത്തെ ആൾ ഈ തുള കണ്ടില്ലേ? അപ്പോൾ അതിന് മറുപടി കൊടുത്തു, സാർ ആദ്യത്തെ ആൾ ഇത് മടക്കി വെച്ചിരിക്കുകയായിരുന്നു ലുങ്കി, അപ്പോൾ ചോരയൊക്കെ ഉള്ളതുകൊണ്ട് അത് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ജഡ്ജി ചോദിച്ചു തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നീളവും വീതി എഴുതിയത് എങ്ങനെയാണ്? തുറന്നു നോക്കിയാണല്ലോ നീളവും വീതി എഴുതുന്നത്. നീളവും വീതി എടുക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഈ കത്തിയുടെ പാടുകൾ, കീറിയ പാടുകളൊക്കെ കാണണമല്ലോ. അയാൾ കണ്ടില്ല. തൊട്ട് പിന്നാലെ അടുത്ത അയാളുടെ മേലധികാരി വന്നിട്ട് വീണ്ടും തുറന്നിട്ട് കത്തിയുടെ മുറിവുകൾ കാണും. കോടതി പറഞ്ഞു ഇതൊന്നും ഇതൊക്കെ നിങ്ങൾ എന്ത് ഭാവിച്ചാണ്? മാത്രമല്ല ഇതൊരു തെളിവേ അല്ല. മൗലവിക്ക് കുത്തുകൊണ്ടിരിക്കുന്നത് അരയ്ക്ക് താഴെ അല്ല. പിന്നെ ലുങ്കി കീറിയാലെന്താ, കീറിയില്ലെങ്കിൽ എന്താ? അതൊരു വലിയ കാര്യമായി, മഹാകാര്യമായിട്ട് ഇവിടെ ഹാജരാക്കുന്നത്. അപ്പോൾ വ്യക്തമായും ഈ 3 പിള്ളേരെ ട്രാപ്പ് ചെയ്യുക. ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ മദ്രസ അധ്യാപകൻ കൊല്ലപ്പെട്ടു, വലിയ സെൻസിറ്റീവ് സംഗതിയാണ്. നമ്മളൊക്കെ കൊല്ലപ്പെടുന്ന പോലെയാണ്. അങ്ങേരുടെ ജീവന് ഇരട്ടി വിലയാണ് നമ്മളെക്കാൾ. അപ്പോൾ എന്ത് സംഭവം? വലിയ ബഹളം നടക്കും. മുസ്ലിങ്ങൾ രക്ഷയില്ല, മുസ്ലിങ്ങളെയല്ലേ RSSകാർ കൊന്നൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഇവർ ഫ്രെയിം ചെയ്ത് കോടതി പോകും. കോടതി പോയി കഴിയുമ്പോഴാണ് ഇതിനൊരു മോട്ടീവോ സംഗതിയോ ഒന്നും ഇല്ലല്ലോ, 3 എണ്ണത്തെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. മോട്ടീവ് ഉണ്ടാക്കാൻ സാറേ അവർ RSSകാരെന്ന് എഴുതിക്കോ.
ഈ RSSകാരൻ മുസ്ലിങ്ങളെ കൊല്ലും എന്നുള്ളത് നിങ്ങൾക്ക് ടി വി ചർച്ചയിൽ പറഞ്ഞ് ജയിക്കാം എന്നുള്ളതല്ല. ടി വി ചർച്ചയിൽ ചായക്കടത്തർക്കമാണല്ലോ. ഉറക്കെ പറയുന്നവനും അവസാനം പറയുന്നവനും ജയിച്ചു എന്നുള്ളതാണ് ചായക്കടത്തിറക്കത്തിൻ്റെ ഒരു ഫോർമാറ്റ്. അതുകൊണ്ടാണ് ടി വി ചർച്ചയിൽ നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും അവസാനം സംസാരിക്കുന്നത് ആങ്കർ ആയിരിക്കും. അയാളുടെ ഒരു നരേറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ ചായക്കടത്തിറക്കത്തിൻ്റെ നിയമം അതാണ്, ഉറക്കെ പറയുന്നവനും അവസാനം പറയുന്നവനും ജയിക്കും എന്നാണ്. ഉറക്കെ പറയും ബാക്കിയുള്ളവരെല്ലാവരും, ഏറ്റവും വലിയ ഒച്ച കൂട്ടിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ അവസാനം പറയുന്നത് ആങ്കറായിരിക്കും. അങ്ങനെയാണ് എല്ലാ ടി വി ചർച്ചയിലും അവസാനത്തെ ക്ലോസിംഗ് റിമാർക്ക് ആങ്കറിൻ്റെ വരുന്നത്. അപ്പോൾ അതിൽ അയാൾ നേരത്തെ പറഞ്ഞ നുണകൾ വീണ്ടും ആവർത്തിച്ചിട്ട് അത് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ടി വി ചർച്ച. ആ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് തെമാടിത്തരവും പറഞ്ഞ് ജയിക്കാം. നിങ്ങൾക്ക് കുറേ ലങ് പവർ ഉണ്ടാവണം, നിർത്താതെ ഒച്ച വയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അവസാനം സംസാരിക്കാനുള്ള അവസരം. ഈ രണ്ടിലൊന്നും ഉണ്ടെങ്കിൽ ഈ ചായക്കട തർക്കത്തിൽ നിങ്ങൾ ജയിക്കും. പക്ഷേ ക്രിമിനൽ കേസ് ജയിക്കാൻ പോകുന്നില്ല. ക്രിമിനൽ കേസിൽ കൃത്യമായ തെളിവും സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോടതി പറഞ്ഞു, ഈ കത്തി തന്നെ, ഈ കുത്തി എന്ന് പറയുന്ന കത്തി കോടതിയിൽ ഹാജരാക്കിയതുണ്ടല്ലോ, ആ കത്തി കൊണ്ടാണോ കുത്തിയതെന്ന് വരെ കോടതിക്ക് സംശയമുണ്ട്. കാരണം ആ കുത്തിയ കത്തിയിൽ അജേഷിൻ്റെ കൈവിരലടയാളമില്ല, അജേഷിൻ്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം പോലും തെറിച്ചിട്ടില്ല, ഒരു സ്രവം പോലും തെറിച്ചിട്ടില്ല. തെറിച്ചോ എന്നറിയാൻ നിങ്ങൾ പരിശോധന പോലും നടത്തിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഭയമായിരുന്നു, ഇത് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ ഉണ്ട് വരുമല്ലോ. അതുകൊണ്ട് എങ്ങനെയും ഈ പിടിച്ച 3 പേരെ, അവരാരുമായിക്കോട്ടെ, അവരെ അങ്ങ് പൂട്ടാൻ പോലീസ് തീരുമാനിച്ചു. ആ കള്ളക്കളിക്ക് 7 വർഷം ഇവർ വില കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ അവർ സ്വതന്ത്രരായി. ഇതാണ് ഈ കേസിൻ്റെ രത്നച്ചുരുക്കം. കേരളത്തിൽ, ഭാരതത്തിൽ തന്നെ പൊതുവെ നടന്നു വരുന്ന ഒരു നരേറ്റീവാണ് RSS മുസ്ലിം വിരുദ്ധരാണ് എന്നുള്ളത്. ഈ കേസിൽ പല കേസുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസിൽ വളരെ വ്യക്തമായിട്ട് RSSനെ പെടുത്താൻ ശ്രമിച്ച സകല കാര്യങ്ങളും കോടതി എടുത്തെടുത്ത് പറയുന്നു. RSSനെ പെടുത്താൻ ശ്രമിക്കുന്നു, എന്നാൽ അതെല്ലാം പൊളിഞ്ഞു പോകുന്നു. കുത്തിയ കത്തി പോലും കോടതിക്ക് സംശയമുളവാക്കുന്നു. ഈ കത്തി വെച്ചാണോ കുത്തിയത് എന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ കത്തി ആകാം എന്നേ പറയുന്നുള്ളൂ. ഈ കത്തിയോ ഇതുപോലെ വേറൊരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ വേറൊരു ആയുധമോ കൊണ്ടുള്ള മുറിവുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കാരണം ഈ കത്തിയും ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വൂണ്ട് ആൻഡ് ദ വെപ്പൺ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിമിനൽ കേസിൽ പ്രധാനപ്പെട്ട ഒരു കണക്ഷനാണ് മുറിവും ആയുധവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ, KT ജയകൃഷ്ണൻ മാസ്റ്റർ ഇവരെയൊക്കെ കൊന്നപ്പോൾ 10, 50, 55 ഒക്കെ വെട്ടി ഈ ശവശരീരം, പ്രത്യേകിച്ച് മുഖം, വല്ലാതെ അരിഞ്ഞ് കളയും. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആയുധം കൊണ്ടാണ് ഇത് അരിഞ്ഞത് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടമാനം ഈ ചീരയും കാബേജൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു കഴിഞ്ഞാൽ ഏത് ആയുധം കൊണ്ടാണ്? കത്തി കൊണ്ടാകാം, കോടാലി കൊണ്ടാകാം, വാള് കൊണ്ടാകാം, മൂർച്ചയേറിയ ബ്ലേഡ് കൊണ്ടാവാം, എന്തുമാകാം. അപ്പോൾ ആ ആയുധവും മുറിവും തമ്മിലുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്രിമിനൽ കേസിലെ പ്രധാനപ്പെട്ട കണ്ണി ഇല്ലാതെ പോകുന്നു. മുഹമ്മദ് റിയാസിൻ്റെ കേസിൽ ഇത് സംഭവിച്ചു. കാരണം അതിന് ദൃക്സാക്ഷികളില്ല. ദൃക്സാക്ഷിയില്ലാത്ത ക്രിമിനൽ കേസ് വലിയ ഡേഞ്ചറസ് ആണ്. പിന്നീട് സാഹചര്യ തെളിവുകളാണ് നമ്മൾ നിരത്തേണ്ടത്. സാഹചര്യം എന്താണ് എന്ന് നോക്കുമ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെട്ട് പണ്ട് തന്നെ അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ സംശയമല്ല, നിങ്ങളുടെ സസ്പീഷന് ക്രിമിനൽ കേസിൽ ഒരു വിലയുമില്ല. ഒക്കെ വെറുതെ നിങ്ങളുടെ സസ്പീഷനാണ്. ഒരാൾ വടക്കുന്ന് വരുന്നത് നിങ്ങൾ കാണുന്നു, വടക്ക് ഒരു അടിപിടിയിൽ നടന്നിരിക്കുന്നു, ഈ അടിപിടിയിൽപ്പെട്ട ആളാണ് നടന്നു വരുന്നത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. നിങ്ങളുടെ സംശയം മാത്രമാണത്. അല്ല, അടിപിടി നടന്നത് 5 മണിക്കാണ്, ഏകദേശം 5:10 അയാൾ എനിക്കെതിരെ നടന്നു വന്നു, അയാളുടെ ഷർട്ടിൻ്റെ 2 ബട്ടൺസ് പൊട്ടിയിരുന്നു. ഉടനെ നിങ്ങൾ നാട്ടുഭാഷയിൽ അടുത്ത ചായക്കടയിലൊക്കെ പറയും, ആ കക്ഷി തല്ലി മേടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു കേട്ടോ എന്ന് നിങ്ങൾക്ക് പറയാം. മറ്റുള്ളവരത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, ആ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. കോടതിയിൽ ചെന്ന് നിങ്ങൾ ഇയാൾ തല്ലിയിട്ടോ അല്ലെങ്കിൽ തല്ല് കൊണ്ടിട്ടോ ആണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ഷർട്ടിൻ്റെ ബട്ടൺ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പൊട്ടിയതാവാം, യാദൃശ്യമായിട്ട് അയാളുടെ ബട്ടൺ പൊട്ടിയിട്ട് 4 ദിവസമായതാകാം, എന്തും ആകാമല്ലോ. അപ്പോൾ ഈ സാഹചര്യം ശക്തമായ സാഹചര്യ തെളിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സമ്മതിക്കില്ല. കോടതിയിൽ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ അജേഷാണ് ഈ കൃത്യം ചെയ്തത് എന്ന് ഒരു ദൃക്സാക്ഷി പറയുക, വളരെ സ്ട്രോങ് ആകും അപ്പോൾ കേസ്. പക്ഷേ ദൃക്സാക്ഷി ഇല്ലാത്ത സ്ഥിതിക്ക് കുത്തിയത് അജേഷ് തന്നെ ആവാനേ സാധ്യതയുള്ളൂ, അജേഷ് തന്നെ ആവാനേ സാധ്യതയുള്ളൂ, മറ്റാരുമാകാൻ സാധ്യതയില്ല എന്നുള്ള തെളിവുകൾ കൊണ്ടുവരണം. അജേഷാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല, കാരണം ദൃക്സാക്ഷിയില്ല. പക്ഷേ മറ്റ് സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അജേഷ് അല്ലാതെ വേറെ ആരും ഇത് ചെയ്ത് കാണാൻ വഴിയില്ല എന്ന് വരണം. അതിന് അജേഷ് അവിടെ പോയി എന്ന് വരണം. അജേഷ് കുത്തിയതിൻ്റെ ചോര തെറിച്ചതിൻ്റെ പാടുകൾ അജേഷിൻ്റെ ഷർട്ടിൽ മുണ്ടിൽ ഉണ്ടാവണം. കത്തിയിൽ അജേഷിൻ്റെ വിരലടയാളം ഉണ്ടാവണം. ഇങ്ങനെ പലവിധ തെളിവുകൾ വന്നിട്ട് 4 വശത്തു നിന്നും അജേഷിനെ പൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സാഹചര്യ തെളിവ് വെച്ച് ഒരാളെ ആ കൊലക്കേസിൽ പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൊലക്കേസിൽ പെടുത്താൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ മരണപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ 3 മൊബൈൽ, ഒരു മെമ്മറി കാർഡ്, 5 സിം കാർഡ്, അതെന്തിനെന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ പരിശോധിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്നാണ് കോടതിയുടെ വിമർശനം. അതിനാൽ ഈ ചൂരിപ്പള്ളി ഇവർ പറയുന്ന റിയാസ് മൗലവി വധം, ഈ റിയാസ് മൗലവി വധത്തിൽ പോലീസ് നിശ്ചിത വിമർശനം ഏറ്റെടുത്തത് ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന മഹാൻ്റെ മൊബൈൽ ഫോണും സിം കാർഡും മെമ്മറി കാർഡും പരിശോധിച്ചില്ല എന്നുള്ളിടത്താണ്. കോടതി അത് വ്യക്തമായിട്ട് പറയുന്നു. ഇതിലുള്ള കോൾ ഡേറ്റ റെക്കോർഡ്, ഇതിനകത്തുള്ള ചിത്രങ്ങൾ, ഇതൊന്നും നിങ്ങൾ പരിശോധിച്ചില്ല. ശരിക്ക് പറഞ്ഞാൽ റിയാസ് മൗലവിയുടെ ഈ ക്ലിയർ ക്യാരക്ടർ, ഈ മദ്രസ അധ്യാപകൻ്റെ യഥാർത്ഥ ക്യാരക്ടർ പോലീസ് ഒളിച്ചു വയ്ക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതുകൊണ്ട് എന്നാൽ ഇതെല്ലാം അന്വേഷണം CBIക്ക് വിടാമോ? പറ്റില്ല, സാധ്യമല്ല. കാരണം നമ്മളുടെ ക്രിമിനൽ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തുകയോ വെറുതെ വിടുകയോ ചെയ്ത കേസിൽ അപ്പീൽ പോകുകയല്ലാതെ ഇത് CBIക്ക് വിടാൻ നിയമം അനുവദിക്കുന്നില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ശരി ഇയാളാണ് കുത്തിയതെന്നുള്ളതിന് തെളിവില്ല, അയാളെ വെറുതെ വിട്ടു, അപ്പോൾ പിന്നെ കുത്തിയതാരാ, അതാരാന്ന് കണ്ടുപിടിക്കണമല്ലോ, അതിന് അന്വേഷണം വേണ്ടേ? അങ്ങനൊരു അന്വേഷണം ഇല്ല. അതുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് ഒരിക്കൽ കേസ് സെഷൻസിലെത്തി അവിടെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകാൻ നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ, അതല്ലാതെ വേറൊരു അന്വേഷണം സാധ്യമല്ല. ഇനി അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ സംഭ്രമജനകമായ എന്തെങ്കിലും പുതിയ തെളിവുകൾ വരുമോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ റീഓപ്പൺ ചെയ്യാറുണ്ട്. അതൊക്കെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് ചെയ്യേണ്ടതാണ്. ഈ കേസിൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഈ മുഹമ്മദ് റിയാസ് എന്ന മദ്രസ അധ്യാപകൻ്റെ ചരിത്രം ആ മൊബൈൽ ഫോണുകളിൽ നിന്ന് പുറത്തു വരും. അത് ചിലപ്പോൾ കൊലപാതകി ആരാണ് എന്നുള്ള ഹിൻറ്റ് തന്നെന്നും വരും. അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഞാൻ കാണുന്നില്ല. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.